ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49 അധ്യായം അതിൻ്റെ 15 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന്. സത്യത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു ദൈവസ്നേഹത്തിൻ്റെ ഒരു വചനം തന്നെയാണ് ഈ വചനം എന്ന് പറയുന്നത്. കാരണം ഒരമ്മയ്ക്കും തൻ്റെ കുഞ്ഞിനെ മറക്കാനോ ഉപേക്ഷിക്കാനോ പറ്റത്തില്ല. കാരണം അത്രമാത്രം ആ അമ്മയ്ക്ക് ആ കുഞ്ഞുമായിട്ടുള്ള ഒരാഴമായിട്ടൊരു ബന്ധമുണ്ട്. ആ അമ്മ ഇറ്റുനോവെടുത്ത് പ്രസവിച്ചതാണ് ആ കുഞ്ഞ്. അപ്പം ആയതുകൊണ്ട് ആ കുഞ്ഞ് എത്ര തെറ്റ് ചെയ്താലും അമ്മയ്ക്ക് ആ കുഞ്ഞിനെ വെറുക്കാൻ പറ്റത്തില്ല. സ്നേഹമുള്ളവരെ, നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ ദൈവം നമ്മളെ ശിക്ഷിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മളെ ശപിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മളെ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമാണ് എന്നുള്ളത്. പക്ഷേ സ്നേഹമുള്ളവരെ, സത്യത്തിൽ ക്രിസ്തു വന്നത് ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ്. പാപികളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കാനും കർത്താവിനെ സ്വന്തമാക്കാനും വേണ്ടിയിട്ടാണ് കർത്താവ് വന്നത്. നമുക്കും ആഴമായിട്ടുള്ളൊരു ബോധ്യം വേണം. എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കുന്ന ദൈവമാണ്, എന്നെ ശിക്ഷിക്കുന്ന ദൈവമല്ല എന്ന്. പാപിക്കും ചുങ്കക്കാരനും വേശ്യാസ്ത്രീക്കുമൊക്കെ ഒരു സ്ഥലത്തെ അഭയമുണ്ടായിരുന്നുള്ളൂ, അത് കർത്താവിലാണ്. ബാക്കി എല്ലാവരും അവരെ മാറ്റി നിർത്തി ഉപേക്ഷിച്ചു. പക്ഷേ ഇവരെയെല്ലാം കർത്താവ് സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്, സങ്കടപ്പെടേണ്ട എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞത്. ഇതുപോലെ തന്നെ ഒരമ്മയേക്കാൾ, പെറ്റമ്മയേക്കാൾ 10 ഇരട്ടിയായിട്ടാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ആ സ്നേഹം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ.